നമസ്കാരം. നമ്മുടെ റെയിൽവേയുടെ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദിശ അക്കാഡമിയുടെ റെയിൽവേ സീരീസിലുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ റെയിൽവേ എക്സാംസ് കൃത്യമായിട്ടും എത്തുന്നതിന് മുമ്പേ നിങ്ങൾക്കൊരു ഇൻട്രോ, എല്ലാ ടോപ്പിക്കിന്റെ ഒരു ഇൻട്രോ തരാനായിട്ടാണ് നമ്മൾ എന്തിലൂടെ ഉദ്ദേശിക്കുന്നത്, റെയിൽവേയുടെ ക്ലാസ്സുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ റെയിൽവേയിൽ കവറപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് മാത്സ്, റീസണിങ്, അതുപോലെ ജനറൽ അവയർനെസ്, ജനറൽ സയൻസ് പാർട്ടുകളാണ്. അപ്പോൾ ഇനി ഞാൻ പറയുന്നു, ഏതെങ്കിലും അക്കാഡമിയിൽ പോയി പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലൂടെ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമുകൾക്ക് വേണ്ടി ഒരുങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക, ഈ വരുന്ന അവസരം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇതിനു മുമ്പിട്ട് റെയിൽവേയുടെ ക്ലാസ്സിൽ ഞാൻ അനലോഗി, ക്ലാസിഫിക്കേഷൻ, കോഡിംഗ് പോലെയുള്ള ടോപ്പിക്കുകൾ എടുത്തിട്ടുണ്ട്. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ആ വീഡിയോസ് കാണണം. ഇന്ന് ഞാൻ പുതിയൊരു ടോപ്പിക്ക്, റീസണിങ്ങിൽ തന്നെ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ മക്കളെ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഫ്രണ്ടിൽ വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ ടോപ്പിക്ക് ആദ്യം എന്താണെന്ന് പറയാം. ബ്ലഡ് റിലേഷൻ ഒരുപാട് പ്രാവശ്യം നമ്മുടെ ചാനലിൽ തന്നെ ബ്ലഡ് റിലേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടെ അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒരു 10 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യും. ഈ 10 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ബേസിക് ഇൻട്രോ ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ അറിയാം, നമ്മുടെ ഫാമിലിയിലെ റിലേഷൻസുകളെ പറ്റിയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് സിമ്പിൾസ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് ഈ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ തന്നെ ഇതിന്റെ ആൻസേഴ്സ് എഴുതാൻ പറ്റും. എന്നാൽ മറ്റു ചിലർക്ക് ഈ റിലേഷൻസ് ഒന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കിയാലേ കറക്റ്റായിട്ട് പറയാൻ പറ്റൂ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സിമ്പിളുകൾ എന്ന് പറയുന്നത്. പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ നമുക്ക് മെയിലിനെ ഡിനോട്ട് ചെയ്യാം, മൈനസ് സിമ്പിൾ നമുക്ക് ഫീമെയിലിനെ ഡിനോട്ട് ചെയ്യാം, ഡബിൾ ലൈൻ നമുക്ക് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിന് വേണ്ടി ഉപയോഗിക്കാം, ഹൊറിസോണ്ടൽ ലൈൻ നമുക്ക് ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിന് വേണ്ടി ഉപയോഗിക്കാം, വെർട്ടിക്കൽ ലൈൻ നമുക്ക് സൺ ഓർ ഡോട്ടർ റിലേഷൻഷിപ്പിന് വേണ്ടി ഉപയോഗിക്കാം. പറഞ്ഞ് മനസ്സിലായോ? ഇതാണ് പ്രധാനപ്പെട്ട സിമ്പിളുകൾ. എന്തിനാണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് എ എന്ന് പറഞ്ഞൊരു പുരുഷന്റെ വൈഫാണ് ബി, ഇതാ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തൂടെ. അപ്പോൾ എയ്ക്കും ബിക്കും ഒരു സണ്ണും ഡോട്ടറും ഉണ്ട്. നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? അവരുടെ സണ്ണിനെ ഇതാ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. നെയിം അറിയത്തില്ലെങ്കിൽ ഒരു ചെറിയ ബ്രാക്കറ്റ് കൊടുത്താൽ മതി. ഡോട്ടർ അവർ തമ്മിൽ ബ്രദർ സിസ്റ്റർ ആയതുകൊണ്ട് ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ചു. സണ്ണ് ഡോട്ടർ എന്നുള്ള സിമ്പിളുകൾ നമ്മൾ വെർട്ടിക്കൽ ലൈനാണ് ഉപയോഗിക്കുന്നത്. ഇനി എയുടെ ഫാദർ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ ഇങ്ങനെ എനിക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ജനറേഷനുകളെയൊക്കെ ഈ ഡയഗ്രത്തിലൂടെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം ഡയഗ്രംസ് യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ബ്ലഡ് റിലേഷൻ പഠിക്കുമ്പോൾ ആദ്യം സിമ്പിൾസ്, എന്താണ് പ്രധാനപ്പെട്ട സിമ്പിൾസ് എന്ന് മനസ്സിലാക്കുക. ഈ സിമ്പിളുകൾ എന്തിനാണ് പഠിക്കുന്നത്? ഇതുപോലെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള റിലേഷനുകളെയും അവരുടെ ജനറേഷനുകളെയും ഒക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റിലേഷൻഷിപ്പുകൾ പഠിക്കണം. റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പെറ്റേണൽ എന്ന് ചേർത്ത് പറയുവാണെങ്കിൽ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് വെച്ചാൽ ഫാദേഴ്സ് ഫാദർ. അപ്പൊ പെറ്റേണൽ ചേർത്ത് പറയാണെങ്കിൽ ഫാദറുമായി റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. മെറ്റേണൽ ആണെങ്കിൽ മദറുമായി റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചില ടേമുകൾ. ഇനി കസിൻ എന്ന് പറഞ്ഞ റിലേഷൻ എന്താണ്? ഇപ്പൊ നമ്മളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരങ്ങളുടെ മക്കളാണ് അല്ലെ. അപ്പൊ അവർക്ക് ജെൻഡർ ഒരു വിഷയമല്ല. അതിൽ ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം. അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കസിൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ റിലേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇങ്ങനെ പെറ്റേണലിൽ ചേർത്ത് വരുന്ന മെറ്റേണലിൽ ചേർത്ത് വരുന്ന റിലേഷൻഷിപ്പുകളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുക. സിമ്പലുകൾ ഉപയോഗിച്ച് റിലേഷൻഷിപ്പുകളെ റെപ്രസെന്റ് ചെയ്ത് ചെയ്യുന്ന രീതിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. കൂടുതൽ തിയറിയിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഇതിനു മുമ്പിട്ടുള്ള ബ്ലഡ് റിലേഷന്റെ ക്ലാസ്സുകൾ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ റെയിൽവേ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഇത് നോക്കൂ, ഒരു ഗ്രൂപ്പ് ഡി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? അപ്പോൾ പൂനി ഈസ് ദ ഡോട്ടർ ഓഫ് അവാനി and Amit is the son of Avani's brother. How is Amit's father related to Puni? നമുക്കിതൊന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും റെഡിയാണോ? റെഡിയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പൂനി ഈസ് ദ ഡോട്ടർ ഓഫ് അവാനി. പൂനി ഈസ് ദ ഡോട്ടർ ഓഫ് അവാനി. അപ്പൊ അവാനിയുടെ ഡോട്ടറാണ് ആരെന്ന് പറയുന്നത്? പൂനി എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? അവാനിയുടെ ഡോട്ടറാണ് പൂനി. ഓക്കെ. ആൻഡ് അമിത് ഈസ് ദ സൺ ഓഫ് അവാനീസ് ബ്രദർ. അവാനിയുടെ ബ്രദറിനെ ഞാൻ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു. സണ്ണാണ് ആരെന്ന് പറയുന്നത്? അമിത് സൺ ആയതുകൊണ്ട് പ്ലസ് മാർക്ക് ചെയ്തു.
ഹൗ ഈസ് അമിത്സ് ഫാദർ റിലേറ്റഡ് ടു പൂനി? അമിത്സ് ഫാദർ എന്ന് പറയുമ്പോൾ അവാനിയുടെ ബ്രദറാണ്. അപ്പോൾ എന്താണ് ഹൗ ഈസ് അമിത്സ് ഫാദർ റിലേറ്റഡ് ടു പൂനി? അതായത് പൂനിയുടെ ആരാണ് അമിത്തിന്റെ അച്ഛൻ എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഹൗ ഈസ് അമിത്സ് ഫാദർ റിലേറ്റഡ് ടു പൂനി എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? പൂനിയുടെ ആരാണ് അമിത്തിന്റെ അച്ഛൻ എന്നാണ്. നിങ്ങൾ പറ, അമ്മയുടെ സഹോദരൻ. അമ്മയുടെ സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അങ്കിൾ അല്ലേ? ഇവിടെ അങ്കിൾ എന്ന് തന്നിട്ടില്ല, മെറ്റേണൽ അങ്കിൾ തന്നിട്ടുണ്ട്. ശരിയാണ്, മദറുമായി റിലേറ്റഡ് ആയിട്ടുള്ളതെല്ലാം നമ്മൾ എന്താ പറയുന്നത്? മെറ്റേണൽ ചേർത്താണ് പറയുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ആൻസർ എന്താണ്? മെറ്റേണൽ അങ്കിൾ. മനസ്സിലായോ? മനസ്സിലാവാത്തവർ വീഡിയോ ഒന്ന് പൗസ് ചെയ്ത് ആദ്യം മുതൽ ഒന്ന് കൃത്യമായിട്ട് നോക്കാൻ ശ്രമിക്കണം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? സുപ്രിയ ഈസ് എ സിസ്റ്റർ ഓഫ് അഖിൽ. സുപ്രിയ എന്ന് പറയുന്നത്, ഞാനതെല്ലാം കൃത്യമായിട്ട് വരച്ചു തരാം. സുപ്രിയ എന്ന് പറയുന്നത് സിസ്റ്റർ ഓഫ് ആരാണ്? അഖിലാണ്. അഖിലിന്റെ സിസ്റ്റർ ആണ് സുപ്രിയ. ഹൗ ഈസ് മദർ ഓഫ് അഖിൽസ് ഫാദർ? അതായത് അഖിലിന്റെ ഫാദറിന്റെ മദർ, അഖിൽസ് ഫാദേഴ്സ് മദർ റിലേറ്റഡ് ടു സുപ്രിയ എന്ന് പറഞ്ഞാൽ ആരാണ്? പറഞ്ഞു, നിങ്ങൾ പറ. സുപ്രിയയുടെ ആരായിരിക്കും? സുപ്രിയയുടെ ആരാണ് അഖിലിന്റെ അച്ഛന്റെ അമ്മ എന്ന് പറയുന്നത്? അതായത് സുപ്രിയയുടെ അച്ഛന്റെ അമ്മ തന്നെയല്ലേ? സുപ്രിയയുടെ അച്ഛന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ആരാണ് വരുന്നത്? ഗ്രാൻഡ് മദർ അല്ലേ? ശരിയല്ലേ? ഗ്രാൻഡ് മദർ അല്ലേ? അപ്പൊ ഏതാണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ഉത്തരം വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, സരസ്വതി ആൻഡ് ഗൗരി ആർ സിസ്റ്റേഴ്സ്. നമുക്ക് നോക്കാം. സരസ്വതി ആൻഡ് ഗൗരി, ഇവർ രണ്ടുപേരും എന്താണ്? സിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഹൗ ഈസ് ഗൗരീസ് ബ്രദർ റിലേറ്റഡ് ടു ഫാദർ ഓഫ് സരസ്വതീസ് ഫാദർ? ഗൗരീസ് ബ്രദർ, ഗൗരിയുടെ ബ്രദർ എന്ന് പറയുമ്പോൾ ഗൗരിയുടെ ബ്രദർ റിലേറ്റഡ് ടു ഫാദർ ഓഫ് സരസ്വതീസ് ഫാദർ. സരസ്വതീസ് ഫാദർ ഓഫ് ഗൗരീസ് ബ്രദർ റിലേറ്റഡ് ടു ഫാദർ ഓഫ് ഗൗരീസ് ബ്രദർ റിലേറ്റഡ് ടു ഫാദർ ഓഫ് സരസ്വതീസ് ഫാദർ. അപ്പൊ എന്തായിരിക്കും വരുന്നത്? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്. സരസ്വതീസ് ഫാദർ, സരസ്വതിയുടെ ഫാദറിന്റെ ഫാദർ അല്ലെ? ഹൗ ഈസ് ഗൗരീസ് ബ്രദർ റിലേറ്റഡ് ടു ഫാദർ ഓഫ് സരസ്വതീസ് ഫാദർ? സരസ്വതിയുടെ ഫാദറിന്റെ ഫാദർ. അപ്പൊ എന്താണ് വരുന്നത്? ഹൗ ഈസ് ഗൗരീസ് ബ്രദർ, ഗൗരിയുടെ ബ്രദർ റിലേറ്റഡ് ടു ഫാദർ ഓഫ് സരസ്വതീസ് ഫാദർ, സരസ്വതിയുടെ ഫാദറിന്റെ ഫാദറും. അപ്പൊ എന്തായിരിക്കും പറഞ്ഞേ? ഇദ്ദേഹത്തിന്റെ ആരാണ് ഇവൻ എന്നാ ചോദ്യം. ഇവൻ ആരാണ് നമ്മുടെ പറഞ്ഞേ? ഹൗ ഈസ് ഗൗരീസ് ബ്രദർ, ഗൗരിയുടെ ബ്രദറാണ്. ഗൗരിയുടെ ബ്രദർ എന്ന് പറയുമ്പോൾ സരസ്വതിയുടെ അച്ഛന്റെ അച്ഛന് ഇയാൾ ആരാണ്? ഗ്രാൻഡ് ഡോട്ടറും ഗ്രാൻഡ് സണ്ണും അല്ലേ കിടക്കുന്നത്? അപ്പൊ ഇത് മകനായതുകൊണ്ട് എന്താണ് വരുന്നത്? ഗ്രാൻഡ് സൺ അല്ലേ വരുന്നത്? ക്ലിയർ അല്ലേ? അപ്പൊ അവിടെ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. സരസ്വതി ആൻഡ് ഗൗരീസ് ആർ സിസ്റ്റർ. സരസ്വതിയും ഗൗരിയും സിസ്റ്റർ ആണ്. പിന്നെന്താ? ഹൗ ഈസ് ഗൗരീസ് ബ്രദർ, ഗൗരിയുടെ ബ്രദർ റിലേറ്റഡ് ടു സരസ്വതീസ് ഫാദേഴ്സ് ഫാദർ. അതായത് സരസ്വതിയുടെ അച്ഛന്റെ ആരാണ് ഗൗരിയുടെ ബ്രദർ എന്ന് പറയുന്നത്? ആരാണ്? ഗ്രാൻഡ് സൺ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അപ്പൊ ഞാൻ നിർത്തിയാണ് പറയുന്നത്, വളരെ പതുക്കെ നിർത്തിയാണ് പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു പോകണം. നാലാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ? പറഞ്ഞു. പ്രവീണ ഈസ് മെറ്റേണൽ ഗ്രാൻഡ് മദർ ഓഫ് സുരേഷ്. പ്രവീണ ഈസ് മെറ്റേണൽ ഗ്രാൻഡ് മദർ. മെറ്റേണൽ എന്ന് പറയുമ്പോൾ എന്താണ്? സുരേഷിന്റെ അമ്മയുടെ അമ്മയാണ് അല്ലെ? പ്രവീണ എന്ന് പറയുന്നത് മെറ്റേണൽ ഗ്രാൻഡ് മദർ ഓഫ് സുരേഷ് എന്ന് വെച്ചാൽ സുരേഷിന്റെ അമ്മയാണ് പ്രവീണ. ഹൗ ഈസ് സുരേഷ് മദർ റിലേറ്റഡ് ടു പ്രവീണ? പ്രവീണയുടെ ആരാണ്
സുരേഷിന്റെ മദർ. പ്രവീണയുടെ ആരാണ് സുരേഷിന്റെ മദർ? അപ്പൊ അത് തിരിഞ്ഞു പോരുത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്ന തിരിഞ്ഞു പോയാൽ തെറ്റിപ്പോവും. ഹൗ ഈസ് സുരേഷ് മദർ റിലേറ്റഡ് ടു പ്രവീണ? അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? പ്രവീണയുടെ ആരാണ് സുരേഷിന്റെ മദർ? പ്രവീണയുടെ ആരാണ് സുരേഷിന്റെ മദർ എന്ന് പറയുന്നത്? ആരാണ്? സിമ്പിൾ ആയിട്ട് നമുക്കറിയാം ആരായിരിക്കും. ഡോട്ടറാണ്. പ്രവീണയുടെ ഡോട്ടർ ആയിരിക്കുമല്ലോ സുരേഷിന്റെ അമ്മ. ആണല്ലോ? ക്ലിയർ? ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പൗസ് ചെയ്ത് വെച്ച് കൃത്യമായിട്ട് നോക്കിക്കോണേ. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ജോയ് പോയിന്റ്സ് ഔട്ട് ടു എ പിക്ചർ. ഒരു പിക്ചർ കാണിച്ചുകൊണ്ട് ജോയ് പോയിന്റ്സ് ഔട്ട് ടു എ പിക്ചർ ആൻഡ് സേസ് ദിസ് ഈസ് ദ ഹസ്ബൻഡ് ഓഫ്. ജോയ് പോയിന്റ്സ് ഔട്ട് ടു എ പിക്ചർ ആൻഡ് സേസ് ദിസ് ഈസ് ഹസ്ബൻഡ് ഓഫ് മൈ മദേഴ്സ് സിസ്റ്റർ. ദിസ് ഈസ് ഹസ്ബൻഡ്. ഓക്കെ, ദിസ് ഈസ് ഹസ്ബൻഡ് ഓഫ് മൈ മദേഴ്സ് സിസ്റ്റർ. എൻ്റെ, അതായത് ജോയിയുടെ അമ്മയുടെ സിസ്റ്ററിൻ്റെ, ദിസ് ഈസ് ഹസ്ബൻഡ് ഓഫ് മൈ മദേഴ്സ് സിസ്റ്റർ. ഓക്കെ, ഹൗ ഈസ് ദ പേഴ്സൺ ഇൻ ദ പിക്ചർ റിലേറ്റഡ് ടു ജോയി? ആരായിരിക്കും ജോയിയുടെ? ആരായിരിക്കും? ആരായിരിക്കും വരുന്നത്? ജോയിയുടെ അമ്മയുടെ സഹോദരിയുടെ ഹസ്ബൻഡ്, അതായത് അങ്കിളാണ്. പക്ഷെ അമ്മയുടെ സഹോദരിയുടെ ഹസ്ബൻഡ് അല്ലേ? അപ്പൊ ഏത് കാറ്റഗറിയിലായിരിക്കും വരുന്നത്? അമ്മയുടെ എന്നാവുമ്പോൾ എന്താണ്? രണ്ട് അങ്കിൾ ഇവിടെ കിടപ്പുണ്ട്, മെറ്റേണലും പെറ്റേണലും കിടപ്പുണ്ട്. അച്ഛന്റെ വഴിയായിരുന്നെങ്കിൽ പെറ്റേണൽ വന്നേനെ. അമ്മയുടെ വഴി ആയതുകൊണ്ട് ഏതാണ് ഉത്തരം വരുന്നത്? മെറ്റേണൽ അങ്കിളാണ് ഉത്തരം വരുന്നത്. പറഞ്ഞു മനസ്സിലായോ? ജോയിയുടെ അമ്മയുടെ സഹോദരിയുടെ ഹസ്ബൻഡ്. അത് ജോയിയുടെ ആരാണെന്ന് ചോദിച്ചാൽ ജോയിയുടെ ആരാണ്? അമ്മയുടെ സഹോദരിയുടെ ആയതുകൊണ്ട് എന്താണ്? മെറ്റേണൽ അങ്കിളാണ്. ക്ലിയർ ആണേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പൗസ് അടിച്ച് നോക്കണേ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ. പോയിന്റ് ഇച്ചിരി കൺഫ്യൂഷൻ വരും എവിടേക്കോ. ഞാൻ വായിക്കുമ്പോൾ തന്നെ അതൊരു ഇത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ക്ലിയർ ആയിട്ട്. ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറയുന്നു, ചിലർക്ക് ഇത് വളരെ എളുപ്പവും ചിലരെ സംബന്ധിച്ച് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടും ഉള്ളൊരു ടോപ്പിക്കാണ്. അത് ഞാൻ ക്ലാസ്സിൽ എടുക്കുമ്പോൾ പോലും പലപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. ചിലർക്ക് ഇത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടും, ചിലർക്ക് ഇതൊന്ന് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാൻ ഒരു ടൈം വരും. പക്ഷെ അത് അങ്ങനെ കൃത്യമായിട്ട് ഒരു റെപ്രസെന്റേഷൻ കൊടുത്ത് പഠിച്ചാൽ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. പോയിന്റിംഗ് ടുവേർഡ്സ് എ പിക്ചർ, ജോൺ സേസ് ദാറ്റ് ഷീ ഈസ് ദ സിസ്റ്റർ ഓഫ്. John says she is the sister of my son's mother. അതായത് എൻ്റെ മകൻ്റെ ഷീ ഈസ് ദ സിസ്റ്റർ ഓഫ് മൈ സൺസ് മദർ. അതായത് എൻ്റെ മകൻ്റെ അമ്മയുടെ സിസ്റ്ററാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയി ഇതാ ഇവിടെ വരുന്നു കേട്ടോ. ഓക്കെ, പോയിന്റിംഗ് ടുവേർഡ്സ് എ പിക്ചർ, ജോൺ ആണ്. ജോൺ സേസ് ദാറ്റ് ഷീ ഈസ് ദ സിസ്റ്റർ ഓഫ് മൈ സൺസ് മദർ. ഹൗ ഈസ് ദ പേഴ്സൺ ഇൻ ദ ഫോട്ടോ റിലേറ്റഡ് ടു ജോൺ? എന്ന് പറഞ്ഞാൽ എന്താണ്? ജോണിന്റെ വൈഫിന്റെ സഹോദരി അല്ലെങ്കിൽ സിസ്റ്റർ. അപ്പോൾ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ഇൻ ലോ അല്ലേ വരുന്നത്. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? ഉത്തരം കിട്ടിയില്ലേ? ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ഏഴാമത്തെ ക്വസ്റ്റ്യൻ. വിനീത ആൻഡ് നികിത ആർ സിസ്റ്റേഴ്സ്. അതായത് വിനീതയും നികിതയും സിസ്റ്റേഴ്സ് ആണ്. വിനയ് ഈസ് ദ സൺ ഓഫ് സിസ്റ്റർ ഓഫ് നികിതാസ് ഫാദർ അല്ലേ? അപ്പോൾ എന്താണ്? വിനയ് ഈസ് ദ സൺ ഓഫ് വിനയ് എന്ന് പറഞ്ഞാൽ ഈസ് ദ സൺ ഓഫ് വിനിത ആൻഡ് നികിത ആർ സിസ്റ്റർ. വിനിതയും നികിതയും സിസ്റ്റേഴ്സ് ആണ്. വിനയ് ഈസ് ദ സൺ ഓഫ് സിസ്റ്റർ ഓഫ് നികിതാസ് ഫാദർ. നികിതയുടെ ഫാദറിന്റെ വിനയ് ഈസ് ദ സൺ ഓഫ് സിസ്റ്റർ ഓഫ് നികിതയുടെ ഫാദറിന്റെ സിസ്റ്ററിന്റെ സൺ ആണ് ആരെന്ന് പറയുന്നത്? വിനയ് എന്ന് പറയുന്നത്. ഹൗ ഈസ് വിനയ് റിലേറ്റഡ് ടു വിനീത? അപ്പം വിനയും വിനീതയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവരെന്താണ്? രണ്ടാമത്തെ ജനറേഷനാണ്. അതായത് സഹോദരങ്ങളുടെ മക്കളാണ്. സഹോദരങ്ങളുടെ മക്കൾ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്?
കസിൻസ് എന്നുള്ള രീതിയിലാണ്. വിനീതയും വിനയും തമ്മിലുള്ള ബന്ധം കസിൻസ് ആണ്. അപ്പൊ കസിൻസ് എന്ന് പറയുമ്പോൾ ഉള്ള കസിൻ ബ്രദർ ഓർ സിസ്റ്റർ, കസിൻ എന്ന് പറഞ്ഞ ഒരൊറ്റ ആൻസറേ ഉള്ളൂ. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. കത്തിയല്ലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പോയിന്റിംഗ് ടുവേർഡ്സ്, ഈ ക്വസ്റ്റ്യൻ വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. പോയിന്റിംഗ് ടുവേർഡ്സ് എ ഫോട്ടോ, നീൽ സേസ് ദാറ്റ് ഹി ഈസ് ദ സൺ ഓഫ് ഓൺലി സൺ ഓഫ് ഡോട്ടർ ഓഫ് മൈ സിസ്റ്റേഴ്സ് ഫാദർ. അതായത് നീല് പറയുന്നു സേസ് ദാറ്റ് ഹി ഈസ് ദ, അതായത് പിക്ചറിൽ കാണുന്ന ആള് ഹി ആണ്. അപ്പൊ അത് മീൻസ് പിക്ചറിൽ കാണുന്ന ആള് പുരുഷനാണ്. സൺ ഓഫ് ഓൺലി സൺ ഓഫ് ഡോട്ടർ ഓഫ് മൈ സിസ്റ്റേഴ്സ് ഫാദർ, അതായത് എൻ്റെ അച്ഛൻ്റെ ഓൺലി ഡോട്ടർ ഓഫ് മൈ സിസ്റ്റേഴ്സ് ഫാദർ. അപ്പൊ എൻ്റെ സിസ്റ്റർ കൂടിയാണ്. അപ്പം ഇവിടാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആരാണ്? നീൽ. പോയിന്റിംഗ് ടു ഫോട്ടോ. അപ്പൊ ഇങ്ങനല്ലേ വരുന്നത്? എന്താണ്? പോയിന്റിംഗ് ടുവേർഡ്സ് എ ഫോട്ടോ, നീൽ സേസ്, നീൽ പറയുന്നു, ഹി ഈസ് ദ, അതായത് അണ്ടീവൻ, ഹി ഈസ് ദ ഓൺലി സൺ ഓഫ്, ഹി ഈസ് ദ സൺ ഓഫ് ഓൺലി ഡോട്ടർ, ഒരേ ഒരു മകൾ. ആരുടെ? എൻ്റെ അച്ഛൻ്റെ കേട്ടോ, എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു ഡോട്ടറിൻ്റെ സണ്ണാണ്. സോ ഇസ് ക്ലിയർ. എന്താണ് അപ്പം ആരാണ്? ഹൂം, അതായത് ഈ ഫോട്ടോയിൽ കാണുന്ന ആളും നീലും തമ്മിലുള്ള ബന്ധം എന്താണ്? നീലിൻ്റെ സഹോദരിയുടെ മകനാണ്. സഹോദരിയുടെ മകൻ എന്ന് പറയുമ്പം എന്താണ് വരുന്നത്? ഒരാളുടെ ഇപ്പം എന്ന് പറയുന്ന ആളിൻ്റെ സഹോദരൻ്റെയോ സഹോദരിയുടെയോ മകനാണെങ്കിൽ അത് ഏത് റിലേഷനിലായിരിക്കും വരുന്നത്? നെഫ്യൂ എന്ന് പറയുന്ന റിലേഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? നീലിൻ്റെ സഹോദരിയുടെ മകനാണ്. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? നെഫ്യൂ ആണ് റൈറ്റ് ഉത്തരം വരുന്നത്. ക്ലിയർ ആയിട്ട് ഈ സെന്റൻസ് ഒക്കെ അല്പം കൺഫ്യൂസ്ഡ് ആണ്, അത് വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, പോയിന്റിംഗ് ടുവേർഡ്സ് എ പിക്ചർ, മാധവി സേസ് ദിസ് ഈസ് ദ സൺ ഓഫ്, മാധവി സേസ് ദിസ് ഈസ് ദ സൺ ഓഫ് മൈ മദേഴ്സ് ഓൺലി ഡോട്ടർ. മാധവി പറയുന്നു ദിസ് ഈസ് ദ സൺ ഓഫ് മൈ മദേഴ്സ്, എൻ്റെ മദറിൻ്റെ, മൈ മദേഴ്സ് ഓൺലി ഡോട്ടർ. ഓക്കെ, ദിസ് ഈസ് ദ സൺ ഓഫ്, ദിസ് ഈസ് ദ പോയിന്റിംഗ് ടുവേർഡ്സ് എ പിക്ചർ. മാധവി പറയുകയാണ്, എന്താ പറയുന്നത്? ദിസ് ഈസ് ദ സൺ ഓഫ്, ഈ പിക്ചറിൽ കാണുന്ന ആൾ, ദിസ് ഈസ് ദ സൺ ഓഫ് ഓൺലി സൺ ഓഫ് മൈ മദേഴ്സ്, അതായത് മാധവിയുടെ മദറിൻ്റെ ഡോട്ടറിൻ്റെ എന്ന് പറഞ്ഞാൽ മാധവിയുടെ മദറിൻ്റെ ഡോട്ടർ എന്ന് പറഞ്ഞാൽ ആരാ വരുന്നത്? മാധവിയുടെ അമ്മയുടെ മകൾ എന്ന് പറഞ്ഞാൽ ആരെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? മാധവിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മാധവിയുടെ മകനാണ്. അപ്പോൾ ദിസ് ഈസ് ദ സൺ ഓഫ്, ദിസ് ഈസ് ദ സൺ ഇതെന്ന് പറഞ്ഞാൽ സണ്ണാണ്. ആരുടെ? മൈ മദേഴ്സ് എന്ന് പറഞ്ഞാൽ മാധവിയുടെ അമ്മ, ഓൺലി ഡോട്ടർ, അതായത് മാധവിയുടെ അമ്മയുടെ ഒരേ ഒരു ഡോട്ടർ എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? മാധവിയാണ്, മാധവിയുടെ മകനാണ്. അപ്പൊ അങ്ങനെ ഹൗ ഈസ് ദ പേഴ്സൺ ഇൻ ദ പിക്ചർ റിലേറ്റഡ് ടു മാധവി? മാധവിയുടെ ആരാണ്? മാധവിയുടെ ആരായിരിക്കും വരുന്നത്? മാധവിയുടെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം മാധവിയുടെ മകനാണ്, ശരിയല്ലേ? മാധവിയുടെ സണ്ണല്ലേ ഈ വരുന്നത്. സോ അപ്പൊ ഇങ്ങനെ ആ പേഴ്സൺ, സ്വന്തം പേഴ്സൺ തന്നെ പറയുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ആ സെന്റൻസുകൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ട. ദിസ് ഈസ് ദ സൺ ഓഫ്, ആ ഫോട്ടോയിൽ കാണുന്ന, പിക്ചറിൽ കാണുന്ന ആളെ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത് ദിസ് ഈസ് ദ സൺ ഓഫ് മൈ മദർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആളുടെ മദറിന്റെ ഓൺലി ഡോട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? മാധവിയാണ് പറയുന്നത്. എൻ്റെ അമ്മയുടെ ഓൺലി ഡോട്ടർ എന്ന് പറയുമ്പോൾ ആരെ പറ്റി തന്നെയാണ് പറയുന്നത്? മാധവിയെ പറ്റി തന്നെയാണ് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ആദ്യമേ പറഞ്ഞു മാധവി സൈസ് ദിസ് ഈസ് ദ ഓൺലി സൺ. ആരുടെ? എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകൾ എന്ന് പറയുമ്പോൾ മാധവിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഹൗ ഈസ് ദ പേഴ്സൺ ഇൻ ദ പിക്ചർ റിലേറ്റഡ് ടു മാധവി? അപ്പൊ എന്താണ്? സണ്ണായിരിക്കത്തില്ലേ? ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ശ്രദ്ധിക്കുക. അനിക ഇൻട്രൊഡ്യൂസ് എ ഗേൾ ആസ് ദ സെക്കൻഡ് ഡോട്ടർ ഓഫ്, അനിക ഇൻട്രൊഡ്യൂസ് എ ഗേൾ, ഒരു ഗേളിനെ ചൂണ്ടിക്കൊണ്ട് ദ സെക്കൻഡ് ഡോട്ടർ ഓഫ്, സെക്കൻഡ് ഡോട്ടർ ആണ്, സെക്കൻഡ് ഡോട്ടർ ഓഫ് ഹെർ ഫാദേഴ്സ് ഓൺലി സിസ്റ്റർ. ഫാദറിന്റെ, അതായത് അനികയുടെ
ഫാദറിൻ്റെ സിസ്റ്ററിൻ്റെ അല്ലേ, അനിക ഇൻട്രൊഡ്യൂസ് എ ഗേൾ ആസ് ദ സെക്കൻഡ് ഡോട്ടർ ഓഫ് ഹെർ ഫാദേഴ്സ് ഓൺലി സിസ്റ്റർ. ദിസ് ഗേൾ ഈസ് റിലേറ്റഡ് ടു അനിക ഫാദർ. അനിക ഫാദറിൻ്റെ ആരാണ് ഈ ഗേൾ എന്ന് പറയുന്നത്? പറഞ്ഞേ. അനികയുടെ ഫാദറിൻ്റെ സഹോദരിയുടെ മകളല്ലേ? അപ്പോൾ അതെന്താണ്? ഇപ്പോൾ എ എന്ന് പറയുന്നൊരു പേഴ്സൻ്റെ, അതെന്തോ ആയിക്കോട്ടെ, പ്ലസ് ഓർ മൈനസ്, പേഴ്സൻ്റെ സഹോദരൻ്റെയോ സഹോദരിയുടെയോ മകളാണെങ്കിൽ, മകനാണെങ്കിൽ നെഫ്യൂ എന്ന് പറയും, മകളാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? നീസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? നീസാണ്. കാരണം അനികയുടെ അച്ഛൻ്റെ സഹോദരിയുടെ മകൾ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? നീസല്ലേ വരുന്നത്. സോ വളരെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. RRB ഗ്രൂപ്പ് ഡി, RPF, പാരാമെഡിക്കൽ പോലെയുള്ള എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കുറച്ച് ഐഡിയ കിട്ടും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു, ബ്ലഡ് റിലേഷൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ പോയി കാണുക. ബേസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ബേസ് സെറ്റാക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഒരിക്കലും ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നല്ല നിങ്ങളുടെ മുന്നിൽ ഡിസ്കസ് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനി അതേ മോഡൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു. മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൃത്യമായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ ഇപ്പോൾ പഠിക്കാനായിട്ട് സാധ്യമാണ്. ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾക്കറിയാം. നമ്മുടെ അക്കാഡമിയിലേക്ക് നിങ്ങൾ വിളിച്ചാൽ ആ ആപ്പിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ 2 ബാച്ച് റണ്ണിങ് ആണ്. SSCയുടെ ഒരു ബാച്ചും റെയിൽവേയുടെ ഒരു ബാച്ചും. കേരളത്തിലുള്ള നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ ആ ചാനലിലൂടെ, ആ ആപ്പിലൂടെ കൃത്യമായി പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കും ആ ആപ്പിലൂടെ പഠിക്കണം അല്ലെങ്കിൽ ആപ്പിൻ്റെ സേവനങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദിശയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ ആപ്പിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും നിങ്ങൾക്ക് അയച്ചു തരും. പുതിയ ബാച്ച് സെപ്റ്റംബർ 15 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം ആ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റെയിൽവേ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടാതെ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ട്രിവാൻഡ്രവും കൊട്ടാരക്കരയും നമ്മുടെ അക്കാഡമി അവൈലബിൾ ആണ്. എല്ലാ സപ്പോർട്ടും തന്ന ദിശ അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. മസ്റ്റായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാനും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.